എൻ്റെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളെല്ലാം ഞാൻ തൽക്കാലത്തേക്ക് ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് വെച്ച് കണ്ടോ. ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് വീഡിയോയിലിട്ട് പോവാം. ഹൈ കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു ചെറിയ നടിയിലല്ല, എന്നാലും അതൊരു നടിയിലാണ് താനും. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നലെ നഴ്സറിയിൽ പോയിട്ട് കുറേ തൈകളൊക്കെ കൊണ്ടുവന്നിരുന്നു. നഴ്സറിയിലെ തൈകൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞു തൈകളാണ്. ആ കുഞ്ഞു തൈകൾ നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ നട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, രാത്രി എന്തെങ്കിലും ജീവികൾ ഓടി അത് പൊട്ടിച്ച് കളയും. ഇപ്പം നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ചെടി ഞാൻ തൽക്കാലം എന്താക്കും, ഒന്ന് ആരോഗ്യം വരുന്നവരെ, ഒന്ന് ഇത്ര പൊക്കം വരുന്നവരെ ഞാൻ വേറെ പാത്രത്തിലേക്ക് ഇങ്ങ് റെഡിയാക്കി വെക്കും. എൻ്റെ കൺവെട്ടത്തായ എനിക്ക് നോക്കിയും ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. നമുക്ക് നല്ല ഉപകാരം അങ്ങനെ ചെയ്ത് വെച്ചാൽ ഒരിക്കലും ചെടി നാശമായി പോകില്ല. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാനൊരു പോട്ട് റെഡിയാക്കുകയാണ്. ഞാൻ ഇതിൻ്റെ മുമ്പ് ആ പോട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അത് വലിയ പോട്ടാണ്. ആ പോട്ട് തന്നെയാണ് ഞാൻ സ്ഥിരം നടാമെന്ന് വിചാരിച്ചത്. അത് മാറ്റാത്തൊരു പോട്ടായിരുന്നു. ഇന്ന് ഞാൻ അതിൻ്റെ കുഞ്ഞിപ്പൊട്ട് അതെന്താണെന്നറിയോ, കാണിച്ചു തരാം. എൻ്റെ മുമ്പ് തന്നെ ഉണ്ട്. ഞാൻ ഈ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും വാഴനോട് എന്തോ പരിപാടി ഒപ്പിക്കുകയാണ് എന്നുള്ളത്. ഇത് മേലേക്ക് കയറാവുന്ന എനിക്ക് ഭയങ്കര പേടി. ഒത്തിരി കയറായാൽ മതി. അതിനൊക്കെ അതിൻ്റെ ആ ഡ്രസ്സേ നമുക്ക് വേണ്ടി വരില്ല. പിന്നെ ഓരോ ദിവസം ഒരു കടുപ്പം കൂടും. ഇപ്പം വാഴത്തണ്ട് ഞാൻ താഴെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് മേശപ്പുറത്ത് എടുക്കുന്നതൊന്നും ഞാൻ കാണിച്ചില്ല, വീഡിയോ നീണ്ടു പോണ്ടെന്ന് വിചാരിച്ച്. വാഴ പിന്നെ എല്ലാവരുടെ വീട്ടിലും ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ കൊണ്ടുവന്ന് അതിൻ്റെ പോള എടുത്തിട്ട് ഞാൻ ഗ്രോ ബാഗ് ഉണ്ടാക്കുന്ന ഞാൻ കാണിച്ച് തന്നിരുന്നു. അതിൻ്റെ കുഞ്ഞ് ഗ്രോ ബാഗുകൾ ഇതാ നിറയെ ഉണ്ടാക്കി വെച്ചിന്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ധാരാളം പൊട്ടാസ്യം, മാഗ്നീഷ്യം, മൂലങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഇതങ്ങ് ലയിച്ചിട്ട് വളമായി മാറിക്കഴിഞ്ഞാൽ ചെടികൾക്ക് റോക്കറ്റ് സ്പീഡിൽ വളരും. ഇപ്പം ഞാൻ ഇതിലാണ് ഇപ്പം തൽക്കാലം നടാൻ വിചാരിച്ചത്. ഇപ്പം ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ മുമ്പ് ഞാൻ കാണിച്ചതാണ്. ഇതാ വാഴപ്പോൾ അങ്ങ് എടുത്തിട്ട് ഇങ്ങനെയുള്ള ചെറിയ പീസാക്കി ഇങ്ങെടുത്ത്, ചെറിയ ഗ്രോ ബാഗാണ് കുഞ്ഞ്. അപ്പം ഞാനത് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു. ഇതിൻ്റെ അടയാളം വെച്ച് വരക്കണം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ടും വരച്ചു. ഒന്ന് അമർത്തി വരക്കണം, മടങ്ങണത് അല്ലെ പൊട്ടിപ്പോ. ഇത് മൈസൂർ വാഴ ആയതുകൊണ്ട് എന്തൊരു കട്ടിയാണെന്നറിയോ, ഭയങ്കര കട്ടി. വേറെ ഏതോ വാഴൻ്റെ എടുത്ത് നോക്കണം എന്നാലേ തിരിയുള്ളൂ. അതായത് ഞാൻ ഇതിൻ്റെ മുമ്പ് ഉണ്ടാക്കിയതാണ്, ഇതിലുണ്ട്. പക്ഷെ ഇത് കുഞ്ഞാണ് കാണിച്ചിരുന്ന. ഇതെങ്ങനെ മടക്കുക, വേഗം പണി കഴിയും. ഇതൊന്നും ഭാരപ്പെട്ട പണിയല്ല. അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ വെക്കണ്ടേ. ഇതാണെങ്കിൽ നമുക്ക് ഓർഗാനിക് നമ്മളെ വീട്ടിലുള്ളത്. ഇത് നമുക്ക് വളമായി മാറിഞ്ഞതാ. ഇത്ര മതി, കയ്യിൽ ഒതുങ്ങുന്നത് മതി. ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊട്ടിച്ച് കളയുക. ഏത് തൂങ്ങുന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്ക് ഇത് മത്സരത്തിനൊന്നും അല്ല, നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ കെട്ടി വെച്ചാൽ ഒക്കെ വാഴൻ്റെ കയറ് തന്നെ കേട്ടോ. ഇതിനൊന്നും ഒരു 5 പൈസയും കൊടുക്കണ്ട, ആരെ പുറകിൽ കൂടണ്ട, ഞമ്മക്ക് തന്നെ ആവും. ഒന്ന് കണ്ടാൽ മതി, ഐഡിയ ഒന്ന് കണ്ടാൽ മതി. എന്താ കണ്ടില്ലേ, കുഞ്ഞ് തൂങ്ങുന്നൊക്കെ അങ്ങ് വെട്ടിക്കളിയാ. മുറിച്ച് കളയാനൊക്കെ എന്താ എളുപ്പം വാഴൻ്റെ. ഇതാണെങ്കിൽ ഭയങ്കര കട്ടിയും. ഇങ്ങനത്തേൽ ഞാൻ പോട്ടി മിക്സ് നിറച്ച് എൻ്റെ തൈ വെക്കുന്നത്. എന്തൊക്കെ പോട്ടി മിക്സാണ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാ. ഇതൊക്കെ ഉണ്ടാക്കിയത് സമയം നീണ്ടുകൊണ്ടാ വിചാരിച്ചിട്ടാട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവരെ സമയം കളയണ്ട നമ്മൾ. സംഭവം നിങ്ങൾക്ക് മനസ്സിലായും വേണോ. കണ്ടില്ലേ. ഇനി ഞാൻ ഇതെല്ലാം എടുത്ത് മാറ്റി ചെടി കൊണ്ടുവന്ന് പോട്ടി മിക്സ് കാണിച്ച് തരാം. ഒക്കെ ഇത് മാറ്റട്ടെ കേട്ടോ. നമ്മളിപ്പോൾ ഇത് വൃത്തിയാക്കിയല്ലേ, ഈ വൃത്തിയാക്കുന്ന ഈ വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം നമുക്ക് ആവശ്യം കേട്ടോ. നുറുക്കി നമ്മളെ ചെടികൾക്ക് ഇട്ട് കൊടുത്താലുണ്ട്. കുറേ നുറുക്കി ബക്കറ്റിൽ കുറേ നുറുക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു വളമാണ്, തണുപ്പാണ്. ഒന്നരാടെ നനച്ചാൽ മതി. എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പൊട്ടാസ്യമൊക്കെ മൂലങ്ങളോട് നല്ല അടിപൊളിയായിട്ട് വളരും. തണുപ്പ് കിട്ടും, AC കിടക്കും പോലെ കിടക്കുക. പിന്നെ ഇപ്പം നല്ല വേനലുമാണ്, ചൂടുക. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ അല്ലേ, ഇതൊന്ന് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് നൂല് കിട്ടും. ഇതിൻ്റെ നൂലല്ല കയറ്. ആ കയറ് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ, പയറിൻ്റെ, നിത്യവഴുതനൻ്റെ, ഓരോ പൂച്ചെടികളുടെയൊക്കെ കമ്പ് ഇങ്ങനെ അങ്ങോട്ട് ചെരിഞ്ഞു പോകൂലേ, വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകൂലേ, അതിന് കെട്ടിക്കൊടുക്കാൻ ഫസ്റ്റാണ്. നമ്മളെ വീട്ടിലുള്ള ഓർഗാനിക്കല്ലേ നമ്മൾ കിട്ടുന്നത്. അപ്പം ചെടികൾക്ക് ഇത് നല്ലതേ ഉള്ളൂ. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വളരെയധികം കുറക്കാൻ സാധിക്കുന്ന 1ാം നമ്പറാണ് ഇത്. പ്ലാസ്റ്റിക് കയർ നമുക്ക് വാങ്ങണ്ട.
ഇത് നമുക്ക് എടുത്തിട്ട് ഇതിനോട് ഒരു ഉപയോഗം കാണിച്ചു തന്നതാ. ഇതാണ് വളമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളതാട്ടോ. പിന്നെ ഞാൻ ഇത് കുറേ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഇനിയും കുറേ ചെടികൾ ഉണ്ടായില്ല, അതിനു വേണ്ടി വെച്ചതാ. അങ്ങനെ ഞാൻ മേശപ്പുറത്ത് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കാണാൻ വേണ്ടി എല്ലാം കൊണ്ടുവച്ചു. ഇതാ പോട്ടി മിക്സ് ഞാൻ എന്തൊക്കെയെന്ന് വെച്ചാൽ സാദാ മണ്ണും കരിയില കമ്പോസ്റ്റും മാത്രമേ ഉള്ളൂ കേട്ടോ. അതാ സാദാ മണ്ണും കരിയില കമ്പോസ്റ്റ് നല്ല കളറാ, കണ്ടില്ലേ? കരിയില കമ്പോസ്റ്റ് കുറച്ച് കൂടുതലാണ് കിട്ടുന്നത്. എന്താ നല്ല അടിപൊളിയാണ്. തുടക്കം തന്നെ നല്ല വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തിൽ വളർന്നോളൂ. തുടക്കം തന്നെ ഉഷാറായിരിക്കണം, എന്നാലേ തന്നെ ഇത് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ തൈകൾ ഇതാ, ഇത് ക്യാരറ്റാട്ടോ. ക്യാരറ്റിൻ്റെ തൈകൾ നോക്ക്. ക്യാരറ്റിൻ്റെ തൈകൾ കാണാത്തവരുണ്ടോ? ഇതാ ഒക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാ. പിന്നെ അടുത്തത് കോളി. ഇതാ കോളിഫ്ലവർ. പിന്നെ ആ കളറ്, ആ ചുവന്ന കളറ് കണ്ടോ, തണ്ടൊക്കെ നല്ല ചുവപ്പിൽ. ഞാൻ കോളിഫ്ലവർ നട്ടത് കറി വെക്കാൻ കൊണ്ടുവന്ന കോഴി കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ നട്ടത്. ഇവിടെ നല്ല വീതിയുള്ള ഇല ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരണമെന്നൊന്നുമില്ല, അങ്ങനെ തൈ വാങ്ങണമെന്നൊന്നുമില്ല. നമുക്ക് അത് മതി. പിന്നെ നമുക്ക് ഇനി അത് വിളവെടുക്കുമ്പോൾ ഞാൻ കാബേജ് നട്ട പോലെ ഇനി അത് വിളവെടുക്കുമ്പോൾ അങ്ങനെ വീണ്ടും ഞാൻ കട്ട് ചെയ്ത് അവിടെ വെക്കും. അങ്ങനെ നമുക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരിക്കൽ വാങ്ങിയാൽ മതിയാവും. അത് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇനി വാങ്ങണ്ടെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഫസ്റ്റിൽ എവിടുന്നാണ് കിട്ടിയത്? അപ്പോൾ അതുപോലെ അത് പറയണ്ട, ഫസ്റ്റിൽ ഞാൻ വാങ്ങിയതാ, ഇനി പിന്നീട് അങ്ങോട്ട് വാങ്ങണ്ടെന്നാ പറഞ്ഞു കേട്ടോ. ഇതെൻ്റെ കോഴി. ഈ കോഴി നല്ല ആരോഗ്യമുള്ള തൈ എടുത്തതാ, കണ്ടില്ലേ? ഇതൊക്കെ ഇതിലേക്ക് അങ്ങ് വെച്ച് നമുക്ക് കിട്ടിയ പാട് ഇതെല്ലാം കൊണ്ടുവന്ന പാടെ തന്നെ നമുക്കൊന്നും നടാൻ കഴിയില്ല. കാരണം അടുക്കള പണി എടുക്കണം. ഒരു വീട്ടമ്മക്ക് എന്തെല്ലാം പണിയുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ഇതൊന്നും കൊണ്ടുപോയിട്ട് നല്ല ഉഷാറ് നടാൻ കഴിയില്ല. അതിനു വേണ്ടി താൽക്കാലികമായിട്ടുള്ള നടിയിൽ മാത്രം അത്. ഈ താൽക്കാലിക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൽ മൊത്തം നല്ല വളമുണ്ട്. ഇതിനി എന്താക്കുമെന്നറിയോ? നമുക്ക് നട്ടിട്ട് ഞാൻ ഇനി നടുന്നത് സിമൻറ്റ് ചാക്കിലാട്ടോ. ഇനി നടത് എടുത്തിട്ട് മാറ്റി നടൽ, അന്നേരം നമുക്ക് ഇത് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി, ഒന്നും ചെയ്യണ്ട. ഞാൻ പ്ലാവിൻ്റെ ഇലയിൽ വിത്ത് നടലുണ്ടല്ലോ. പ്ലാവിൻ്റെ ഇലയിൽ വിത്ത് നട്ട് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? അത് ഉഷാറിന് മുളച്ച് വരും. പക്ഷെ ഇത് പ്ലാവിൻ്റെ ഇലയിൽ വെക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടപ്പം ഞാൻ വേറെ ഈ ഐഡിയ എടുത്തത്. ഇത് കണ്ടോ, നല്ല കുറച്ച് കൊള്ളല്ലോ. അങ്ങനെ ഞാൻ തുടക്കം കുറിക്കട്ടെ കേട്ടോ. തുടക്കം ഒന്ന് കുറിച്ചിന്ന് നേരത്തെ ഒന്ന് പരീക്ഷണം ചെയ്ത് നോക്കീന്ന്. എന്താ കുറച്ചിടുക, കൂടുതലിടരുത്. കുറച്ചിട്ടിട്ട് പിന്നെ നമുക്ക് ഇടാം. നമ്മൾ ഇത് എടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അടിഭാഗം നല്ലോണം അങ്ങോട്ട് ഞെക്കി കളയുക, എല്ലാ ഭാഗവും അങ്ങ് ഞെക്കുക. നമ്മൾ വേര് നാശമായി പോകരുത്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റേ പ്ലാവിലിയൊക്കെ പ്രയോഗിച്ചിന്. ഇതാ ഒന്നും ആയിട്ടില്ല, സൂപ്പറായിട്ട് കിട്ടീന്. ഇവിടെ വെച്ച് കൊടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി നിൽക്കാൻ വേണ്ടി കൈകൊണ്ട് തന്നെ മണ്ണിടണം. ചിരട്ടയിലൊക്കെ ഇട്ടാൽ അടിമടി ആയാലേ. പച്ച കൈയാണ്, എന്നോട് ക്ഷമിക്കണം. ഞാൻ അതിൻ്റെ മുമ്പൊക്കെ ഗ്ലൗസ് ഇട്ടതാ. എലിമൂത്രം ഉണ്ടാവും എന്നൊക്കെ എന്നോട് പറയാൻ പ്രിയപ്പെട്ടവരുണ്ട് എനിക്ക് പറഞ്ഞു തരാൻ. എന്താ അങ്ങനെ ഞാൻ ഒന്ന് നട്ട്. എന്താ എങ്ങനെയുണ്ട് എൻ്റെ? ഇതാ സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇത് ഒരു 2 ആഴ്ച വരെ ഇതിൻ്റെ വേരിങ്ങനെ എങ്ങനെ പോയാലും തമ്മിൽ കൂട്ടിമുട്ട് എവിടെ ഒന്നും എത്തൂര. 2 ആഴ്ച വരെ. അപ്പോൾ ഇതിനൊക്കെ നമ്മളെ ക്ഷീണമൊക്കെ ഒന്ന് മാറി നമുക്ക് സമാധാനത്തിൽ നടാലോ. ഇത് ചോറും കറിയും ഉണ്ടാക്കണം, അടിച്ചു വരണം, തുടക്കണോ, അതിൻ്റെ ഇടയിലൂടെ ചെടി നടാൻ. ചെടി ഭ്രാന്തോണ്ട് അതിപ്പം നട്ട് ശരിയാക്കുന്നത്. ഇനി അടുത്ത് നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൗതുകം. ഞാൻ ഇനി കോളിഫ്ലവർ അല്ല, ഇനി ബീറ്റ്റൂട്ട്. ഇതിൻ്റെ ഒരു കളറില്ലേ, ബീറ്റ്റൂട്ടും ക്യാരറ്റും ഒക്കെ നടേണ്ടി തന്നെയാണ്. ഇതാ അടി ഞെക്കിയാലേ, അടി നല്ലോണം അങ്ങ് ഞെക്കിയത് പിടിക്കുക, പൊന്തി വരും. ഇത് മറ്റേതിൻ്റെ അപ്പുറത്ത് നിന്നൊക്കെ ഓരോരുത്തർ വരുന്നു. എമ്മാതിരി ശ്രദ്ധിക്കണം. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെടി നടൽ എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇങ്ങനെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നാൽ എന്നോട് ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഇടത് കൈയാണോ എന്ന്. എനിക്ക് ഇടതും വലതും ഒക്കെ. ഇടതാ ഒന്നും കൂടി എനിക്ക്. എഴുത്തൊക്കെ വലതുമാണ് കേട്ടോ.
എഴുത്തൊക്കെ വലുതാണ്, ഈ പണിയെടുക്കലേ എടുത്തുകൊണ്ടാണ്. എനിക്കറിയില്ല എങ്ങനെ ഞാൻ അങ്ങനെ ആയി പോയെന്നുള്ളത്. അത് ചോദിച്ചാൽ പറയാനറിയില്ല. എന്താ അങ്ങനെ നട്ട് നട്ട് കഴിഞ്ഞു. കൂടുതൽ വാങ്ങി നമ്മൾ മടുത്തു കേട്ടോ. നമുക്ക് എല്ലാം ഒരു പാകത്തിനേ വാങ്ങാവൂ, അല്ലെങ്കിൽ നമുക്ക് വേറൊരു പണി ഉണ്ടാവും, ഇത് മാത്രമേ ഉണ്ടാക്കാവൂ, എന്നാൽ പിന്നെ പറ്റും. അങ്ങനെ ഞാൻ ഇനി കുറേ സമാധാനമുണ്ട്. ഇത് കേടി വരൂല, നമ്മളെ കൺമുമ്പ് തന്നെ ആയല്ലോ. എന്താ എല്ലാം കാണിച്ചു തരാം. എല്ലാം ഇത് മുൻഭാഗമായതുകൊണ്ട് പണി ഇതൊക്കെ കഴിഞ്ഞാൽ ഇനിയും എനിക്ക് പണി അവിടെ വൃത്തിയാക്കണം. നമ്മൾ ഈ കുഞ്ഞ് ഗ്രോ ബാഗ് കുഞ്ഞുണ്ടാക്കിയത് തികയാണ്ട് വന്നു. ഇനി എത്ര ഉണ്ടാക്കണോ അറിയോ? ഇനി ഇത്രത്തും കൂടെ ഉണ്ട്. അത് ഞാൻ പിന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇതെല്ലാത്തിനും കുഞ്ഞാട്ടോ. ഇത് ഞാൻ എന്താക്കുന്നറിയോ? നല്ല കുറച്ചും കൂടെ വലുതായി ഇങ്ങനെ കുറച്ചും കൂടെ വലുപ്പം വെക്കും. അതൊക്കെ തെളിഞ്ഞ് മണ്ണുമായിട്ട് ലയിച്ച് ചേർന്ന് ആരോഗ്യമൊക്കെ വന്നിട്ട് ഗ്രോ ബാഗിൽ ഞാൻ എൻ്റെ പോട്ടി മിക്സൊക്കെ അല്ലേ കരിയിലൊക്കെ ഇട്ടിട്ട് നിറച്ച് ഇത് പിന്നെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഇറക്കി വെക്കും. ഇങ്ങനെ തന്നെ ഇറക്കിയിട്ട് അങ്ങ് മൂടിയാൽ മതി. സൂപ്പറാണ്. പിന്നെ ഈ കരിയില എന്ന് പറയുമ്പോൾ വൈഷ്ണവിൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോലും. കാരണം വൈഷ്ണവി എൻ്റെ ഫാൻ ആവാൻ കാരണം തന്നെ കരിയിലയാണെന്നാണ് പറഞ്ഞത്. വൈഷ്ണവി മാത്രമല്ല കേട്ടോ, എത്രയോ പേര് കരിയില കാരണം ഫാനായിട്ടുണ്ട്. വീടും പരിസരവും വൃത്തിയാവും. നമുക്കാണെങ്കിൽ മണ്ണ് കുറച്ച് മതി. പിന്നെ നല്ല വളം പൈസ കൊടുത്ത് വാങ്ങാതെ നമുക്ക് നല്ല വളം കിട്ടുക, ചെടി നല്ല ഉഷാറായി വളർന്ന് കാണുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുന്നതാണത്. താങ്ക്സ് കേട്ടോ. കമൻറ്റ് കണ്ടു, ഞാൻ വായിച്ചു. ഇതാ ഇനി ഇതിനൊക്കെ ഞാനൊന്ന് നനക്കട്ടെ കേട്ടോ. അങ്ങനാണ്ട് പൈപ്പിലൂടെ കൂത്തി ഒഴിച്ചൊന്നും ഒഴിക്കാൻ പാടില്ല. ഇതിന് 2 ആഴ്ച കുഞ്ഞ് ബേബി മക്കളെ നോക്കും പോലെ നോക്കണം. ഞാൻ ഇനി വെള്ളം എടുത്ത് വരട്ടെ കേട്ടോ. ഇനി ഒഴിക്കട്ടെ. ഭയങ്കര ശ്രദ്ധ വേണം ഒഴിക്കുമ്പോൾ. സ്പ്രേ ചെയ്യുന്ന സൗകര്യമൊക്കെ ഉണ്ട്. അതിനൊക്കെ ഓരോന്ന് ഞാൻ സ്പ്രേ ചെയ്ത് കൈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്യുന്ന പണിയുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു സംശയം ഉണ്ടാവും, ഇതിൽ ഒച്ച് വരാൻ സാധ്യത കൂടുതലാണ്. കാരണം എന്താ പറയുക, വാഴൻ്റെ കട്ടിയുള്ള തണുപ്പാണ്, വെള്ളം നന്നായിട്ട് ഉള്ളിലുള്ളതാണ്. ഒച്ചിന് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് കോളി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇതിൻ്റെ ചുറ്റും നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളവും പിന്നെ വെളുത്തുള്ളിയും കൂടെ ഒന്ന് സ്പ്രേ അരച്ചിട്ട് ചേർത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്യിച്ചത്. അത് ആ ഒച്ചിന് ഇഷ്ടപ്പെടാത്ത സംഭവമാണ്. ആ മണം ഒച്ചിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതങ്ങോട്ട് പോവും. ഞാൻ പ്രതിവിധി പറഞ്ഞു തന്നതാണ്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒച്ചയൊന്നും ഇല്ല, എൻ്റെ വലിയ കാബേജിക്കൊന്നും. ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട്. പിന്നെ ഇത് 2 ആഴ്ച ICUവിലാണ്. ഇത് ഞാൻ പുറത്ത് വെക്കൂല. പുറത്ത് വെച്ച കഥ കഴിഞ്ഞു. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്ന് നട്ടു വെക്കുമ്പോൾ എനിക്ക് ടൂറ് പോകേണ്ട ഒരു കാരണം കൊണ്ട് എത്രയോ ആൾ മെസ്സേജ് ഇട്ടീനി. ആ പിന്നെ ബീറ്റ്റൂട്ട് എന്തായി ഞാൻ മറുപടി കൊടുത്തില്ലേന്ന് പോയില്ലേ. രണ്ടാമത് ഇതാട്ടോ, ഇത് ഞാൻ വളർന്ന് കാണിച്ചു തരാം. നനച്ചു റെഡിയാക്കി ഉഷാറായി. നാളെ ഇപ്പം കുറച്ചിങ്ങനെ കുഴഞ്ഞെന്ന് കറിയില്ല. ഇനി രാത്രി നേരം വെളുത്താൽ നല്ല ഫ്രഷായി തെളിഞ്ഞ് നിൽക്കും. ഞാൻ എൻ്റെ പഴയത് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ബീറ്റ്റൂട്ട് ഞാൻ പറഞ്ഞല്ലോ കറി വെക്കാൻ കൊണ്ടുവന്ന് ഇങ്ങനെ വെട്ടിയിട്ട് ഇത്രയല്ല. ഇതിൻ്റെ ചുറ്റും കാണുന്നത് എന്താ അറിയോ? ഞാൻ പയറ് മുളപ്പിച്ചതാ. പയറ് മുളപ്പിച്ചിട്ട് താഴേക്ക് വന്നു കേട്ടോ, വേര് വന്നു. കണ്ടോ? ഇനി അമ്മ ഇതുപോലെ തന്നെ കൊണ്ടുപോയാൽ എങ്ങനെയാ? പക്ഷെ പ്ലാവിൻ്റെ ഇല ഇതിന് പറ്റൂല, കാരണം ഇത് കുറച്ചുണ്ട്. ഇതിന് അത്രയല്ലേ പറ്റുള്ളൂ. ഇതൊക്കെ അങ്ങനെ കേട്ടോ. കണ്ടില്ലേ മുളച്ചത്? എല്ലാം വേര് വന്നു. മൊത്തം വേര് പുറത്ത് ചാടി. കാണുന്നുണ്ടോ വേര് ചാടിയത്? ഇങ്ങനെ വെക്കേണ്ടി ഇരുതാ. കണ്ടോ വേര്? പിന്നെ ഞാൻ വേറൊന്ന് കാണിച്ചു തരാം. ഇതെൻ്റെ മുളപ്പിക്കൽ രീതികളാണ്, ഓർഗാനിക്. ഇതൊന്നും ഞാൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതെ. കണ്ടോ മുളച്ച് വരുന്നത്? ഇതൊക്കെ ഇനി വേറെ എനിക്ക് നടണം പയറ്. ഇനി ഇത് കണ്ടോ, എൻ്റെ ചുവന്ന ചീരൻ്റെ ഫാനാണ് ഞാൻ. എനിക്ക് ചുവന്ന ചീര ഉണ്ടായി കാണാനാണ് ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത്. എന്നിട്ട് ഞാൻ പാകിയിട്ട് മുളച്ചത് കണ്ടോ? ആരോ പറഞ്ഞ് കമൻ്റ് ഇട്ട് പാകിയിട്ട് മുളച്ചില്ല എന്നൊക്കെ. ഞാൻ എന്താ ചെയ്തറിയോ? നീ കുറച്ച് മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് ചേർത്തിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ 2 നേരം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുകയുള്ളൂ വെള്ളം. കണ്ടോ മുളച്ച് വന്ന്? കണ്ടില്ലേ? അടിപൊളിയായിട്ട് മുളച്ചിക്ക്. ഞാൻ ഇതിൻ്റെ വലിയ ഗ്രോ ബാഗ് ഉണ്ടാക്കിയത് എന്തായി എന്നോട് ചോദിച്ചിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ കുഞ്ഞാ, വലുത്
വാഴപ്പോള കൊണ്ട് ഇതിൻ്റെ മുമ്പ് ഞാൻ ഉണ്ടാക്കിയില്ല, ഞാൻ വലിയ ഗ്രോ ബാഗ്. ഈ ഗ്രോ ബാഗ് പിന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ, അതിന് ഞാൻ മാറ്റം വരുന്നില്ല. ഇത് കമ്പോസ്റ്റ് ആവൂലെന്ന് ചോദിച്ചിരുന്നു, ഒരു കമൻറ്റ് കണ്ടു. ഇതിൻ്റെ പുറം നാറ് ഫുള്ള് വെയിൽ കൊള്ളുകയാണല്ലോ, അപ്പോൾ കമ്പോസ്റ്റ് ആവൂല. ഇങ്ങനെ തന്നെ നിൽക്കും, ഇത് കുറേ നിൽക്കും. ഈ തക്കാളി വലുതായി വിളവെടുത്ത് തക്കാളി കഴിയുന്നത് വരെ ഇതിങ്ങനെ തന്നെ നിൽക്കും. ഞാൻ കാണിച്ചിരുന്നുണ്ട് കേട്ടോ, തക്കാളി ഉഷാറായി കണ്ടോ. ഇത് വലുതാ, ഇതിൻ്റെ കുഞ്ഞ് മിനിച്ച ടൈപ്പ് ഇതാണ് ഇത് ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ മണ്ണിലങ്ങ് ഇറക്കി വെക്കും. ഓരോ ഐഡിയകൾ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ല പറഞ്ഞിരുന്ന. കാരണം കുറേ തൈകൾ വാങ്ങിക്കൊണ്ടുവരും, ആക്രാന്തം പിടിച്ച് നഴ്സറി കാണുന്നതൊക്കെ അങ്ങ് വാങ്ങും, കൊണ്ടുവന്നാൽ തളരും, നമ്മൾ നടാൻ കഴിയില്ല. അപ്പോൾ തൽക്കാലമുള്ള മാർഗ്ഗങ്ങളാണ് ഇത് ഞാനിനി പെർമനൻ്റായിട്ട് നടും നിങ്ങളെ കാണിക്കൂ കേട്ടോ, ഒക്കെ ഞങ്ങളെ കാണിക്കുന്നുണ്ട്. എൻ്റെ തക്കാളി കണ്ടോ ഉഷാറായി വരുന്നത്. ഇതും നിങ്ങൾക്ക് ചെയ്ത് പരീക്ഷിക്കാവുന്നതാട്ടോ. ഇതും എല്ലാം മുളച്ചു. ഇതൊക്കെ ഈർക്കിളി രാവിൻ്റെ ഇല കുമ്പിള് കുത്തി ഈർക്കിളി കൊണ്ട് കുമ്പിള് കുത്തി കഴിഞ്ഞ് മണ്ണ് നിറച്ച് ഇങ്ങനെ അങ്ങ് നട്ടാൽ കണ്ടോ ഫുള്ള് ഏത് മുളക്കാത്തയില്ല, ഫുള്ള് മുളച്ചു. അപ്പോൾ എൻ്റെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന ആ തൈ ഒന്ന് പാനാക്കുക എന്നാണ് പറയുക, ഞങ്ങളിവിടുത്തെ ഭാഷയെ പറയണ്ട. അതിപ്പം കഴിഞ്ഞു, തൽക്കാലം കഴിഞ്ഞപ്പോൾ സമാധാനമായി. ഇനി ഇത് സമാധാനത്തിൽ ഞാൻ ചെയ്തോളൂ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.